കോൺഗ്രസിന്റെ ഒരു സീറ്റും വിട്ടു നൽകാനാകില്ലെന്ന് ഹൈക്കമാൻഡ്. ഇതോടെ ഇടുക്കി, വടകര സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു. ഇടുക്കി സീറ്റ് PJ ജോസഫിന് നൽകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നൽകിയതായി അറിയില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. വയനാട്ടിൽ KC വേണുഗോപാൽ മത്സരിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ദേശീയാടിസ്ഥാനത്തിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ സർക്കാർ രൂപീകരണത്തിന് രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിക്കൂ. ഈ സാഹചര്യത്തിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റും വിട്ടു നൽകേണ്ടതില്ല എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട്. ഇതോടെ ഇടുക്കിയിൽ PJ ജോസഫിനും വടകരയിൽ KK രമയ്ക്കുമുള്ള സാധ്യത മങ്ങി. ഇടുക്കിയിൽ PJ ജോസഫിന് എന്തെങ്കിലും ഉറപ്പു നൽകിയതായി അറിയില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. കോൺഗ്രസ് ഏതെങ്കിലും ഒരു സീറ്റ് ഞങ്ങൾക്ക് വിട്ടു നൽകാൻ ആർക്കും സാധ്യമല്ല. കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സുപ്രധാനമാണ്. കോൺഗ്രസിൻ്റെ ഓരോ സീറ്റും നിർണായകമാണ് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, ജോസഫ് വാഴക്കൻ എന്നിവരുടെ പേരുകളാണ് സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിക്കുന്നത്. ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ ആന്റോ ആന്റണി ഇടുക്കിയിലേക്ക് മാറും. ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെടുക്കും. വടകരയിൽ T സിദ്ദിഖിനാണ് സാധ്യത. ആലപ്പുഴയിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച KC വേണുഗോപാലിനെ വയനാട്ടിലേക്ക് പരിഗണിച്ചേക്കും. ഇതിനോട് ഹൈക്കമാൻഡ് അനുകൂലമാണെന്നും സൂചനയുണ്ട്. ഷാനിമോൾ ഉസ്മാന്റെ പേരായിരുന്നു വയനാട്ടിൽ പരിഗണിച്ചിരുന്നത്. വയനാട്ടിൽ KC വരികയാണെങ്കിൽ ഷാനിമോൾ ആലപ്പുഴയിലോ ആറ്റിങ്ങലിലോ മത്സരിക്കും. ആറ്റിങ്ങലിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്ന അടൂർ പ്രകാശിനെ ആലപ്പുഴയിലും പരിഗണിക്കുന്നുണ്ട്. എറണാകുളത്ത് സിറ്റിംഗ് MP KV തോമസിനൊപ്പം ഹൈബി ഈഡനും പരിഗണനയിലുണ്ട്. തർക്കമുള്ള സീറ്റുകളിൽ ധാരണയായില്ലെങ്കിൽ അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് സമിതിക്ക് വിടും. തെരഞ്ഞെടുപ്പ് സമിതി നാളെ തന്നെ യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ഡൽഹിയിലെ കോൺഗ്രസ് വാർ റൂമിന് മുന്നിൽ നിന്നും ക്യാമറമാൻ അരുണിനോടൊപ്പം സവാദ് മുഹമ്മദ്, 24.